അടിമാലി യസൻപടി സ്വദേശിനിയായ വീട്ടമ്മ അർബുദ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. കളരിക്കൽ വീട്ടിൽ സന്തോഷിന്റെ ഭാര്യ ഉഷ സന്തോഷാണ് അർബുദ രോഗബാധയെ തുടർന്ന് തുടർ ചികിത്സകൾക്കായി കരുണപറ്റാത്ത മനസ്സുകളുടെ സഹായം തേടുന്നത്. ഉഷയെ സഹായിക്കാൻ അടിമാലിയിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചു. 4.5 വർഷം മുമ്പാണ് 47-കാരിയായ ഉഷയുടെ അർബുദ രോഗബാധ തിരിച്ചറിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഉഷയുടെ ചികിത്സ നടന്നു വരുന്നത്. എന്നാൽ തുടർ ചികിത്സയ്ക്കായി കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഉള്ളയിടത്തേക്ക് ഉഷയെ മാറ്റേണ്ടതുണ്ടെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. സാമ്പത്തിക പരാധീനതകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഉഷയുടെ കുടുംബത്തിന് തനിച്ച് ഉഷയുടെ ചികിത്സയ്ക്കായി വേണ്ടുന്ന വലിയ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിമാലിയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ആളുകൾ കൈകോർത്ത് ഉഷ ചികിത്സാ സഹായനിധിക്ക് രൂപം നൽകിയിട്ടുള്ളത്. അമൃതയിൽ പോയി ചികിത്സിക്കേണ്ടി വരും. ഏകദേശം 8 ലക്ഷം രൂപയോളമാണ് ചികിത്സാ ചെലവ് വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു വാടകയ്ക്ക് അല്ല താമസിക്കുന്നത്. കാരണം വാടകയ്ക്ക് താമസിച്ചിട്ട് അവിടെ വാടക പോലും കൊടുക്കാൻ നിർവാഹമില്ലാതെ ആ വീട്ടുകാർ നിരവധി കാലമാണ് വാടക കൊടുക്കാൻ നിർവാഹം മാറി താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ അടിമാലി ടൗണിൽ തന്നെ ഉള്ള കുറേ ആളുകൾ കൂടി വാടകയില്ലാതെ അവർ കയ്യിൽ നിന്ന് പൈസ മുടക്കി പണയമായി ഒരു വീടെടുത്ത് കൊടുത്തു. ഇപ്പോൾ വാടക കൊടുക്കേണ്ട അവിടെ താമസിക്കാം. അപ്പോൾ അങ്ങനെ വളരെ സഹായം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ അടിയന്തരമായി നമുക്ക് 8 ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തും. അടിമാലിയിലെ ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാടകയ്ക്ക് എടുത്തു നൽകിയ വീട്ടിലാണ് ഉഷയുടെയും കുടുംബത്തിന്റെയും ജീവിതം. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉഷ. കൂലിവേലക്കാരനായ ഉഷയുടെ ഭർത്താവ് സന്തോഷിന് സ്വരുക്കൂട്ടാവുന്നതിലും അപ്പുറത്താണ് ഉഷയുടെ ചികിത്സയ്ക്കായി വേണ്ടുന്ന തുക. ഈ സാഹചര്യത്തിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഉഷയെയും കുടുംബത്തെയും സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾക്ക് അടിമാലിയിലെ കാനറ ബാങ്ക് ശാഖയിൽ തുറന്നിട്ടുള്ള 11-075450250 എന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്. ഉഷ ചികിത്സാ സഹായനിധിയുടെ പ്രവർത്തനങ്ങളുമായി അടിമാലിയിലെ പൊതുപ്രവർത്തകരെ മുമ്പോട്ട് പോകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.